ഹായ് എവരിവൺ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയും സുഖം തന്നെ. ഇന്ന് നമുക്ക് ഹെൽത്തിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഈ കുട്ടികൾക്കൊക്കെ ടിഫിനിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അതായത് ബനാന പാൻ കേക്ക്. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് സാധാരണ ബനാന പാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ മൈദയിലാണ് ഉണ്ടാക്കുന്നത്. അതാണ് ഒന്നുകൂടെ ടേസ്റ്റ്. ഈ മൈദ ശരീരത്തിന് കേടായതുകൊണ്ട് ഞാൻ ഗോതമ്പിലാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട്, ഒരു ബനാന, ഒരു മുട്ട, ഒരു 2-3 തുള്ളി വാനില എസൻസ്, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, പഞ്ചസാര, മധുരം നിങ്ങളുടെ ആവശ്യത്തിന്. ആദ്യം നമുക്ക് ഈ പൊടി ഒഴിച്ച് ബാക്കിയെല്ലാം കൂടെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. പൊടി ഒഴിച്ചെല്ലാം ഞാൻ മിക്സിയിൽ അടിച്ചു. ഇനി അതിലോട്ട് നമുക്ക് ഈ പൊടിയും കൂടെ ഇട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം. ഞാനിവിടെ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. ഒട്ടും കട്ട കാണല്ലേ. ഇപ്പം നിങ്ങൾ ഈ പൊടി മിക്സിയിൽ അരച്ചില്ല എങ്കിൽ ഈ പഴവും പാലും ഒക്കെ മിക്സിയിൽ അടിച്ചിട്ട് ഈ പൊടിക്കകത്തിട്ട് കലക്കിയെടുത്താലും മതി. എങ്ങനെ വേണേലും അടിച്ചാലും ഈ കട്ട കെട്ടാതെ എടുക്കണം. ഇനി നമുക്കിത് നമ്മൾ ദോശ ചുടുന്ന പോലെ പാനി ചുട്ടെടുക്കാം. പാൻ ചൂടായി അതിലോട്ട് ഒരു സ്വല്പം ബട്ടർ തേച്ച് കൊടുക്കാം. എന്നിട്ട് തീ കുറയ്ക്കണേ, അല്ലെങ്കിൽ ബട്ടർ കരിഞ്ഞു പോവും. എന്നിട്ട് ഇതിലോട്ട് ഒരു തവി മിക്സ് നമുക്ക് ഒഴിക്കാം. ഒത്തിരി ദോശ പോലെ അങ്ങ് പരത്തണില്ലേ, ഇത് കട്ടിയായിട്ട് സ്വല്പം കട്ടി ഇരുന്നോട്ടെ. ഇനി ഇത് തിരിച്ചിടാം. രണ്ട് സൈഡ് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റ് ഇടാം. എന്നിട്ട് വീണ്ടും തീ കുറച്ചിട്ട് സ്വല്പം ബട്ടർ തേക്കുക. ഇത് നമുക്ക് തിരിച്ചിടാം. അപ്പുറത്തെ സൈഡും വേവുന്നുണ്ട്. നമുക്കെടുത്ത് പ്ലേറ്റ് എടുക്കാം. ഇങ്ങനെ ഓരോന്നും നമുക്ക് ചുട്ടെടുക്കാം. നമ്മുടെ ബനാന പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ നല്ലൊരു ഹെൽത്തിയായ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ നല്ലതാണിത്. ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കൊച്ചു കൊച്ചു വിഭവമായി നമുക്ക് വീണ്ടും കാണാം. Bye. God bless you. Thank you.